ബ്രദർ, ഈ സിസ്റ്ററിന്റെ പേര് വിമല. ബാലരാമപുരത്ത് നിന്നാണ് സിസ്റ്റർ വരുന്നത്. സിസ്റ്റർ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് യൂട്രസിൽ 4 മുഴയുണ്ടായിരുന്നു. സിസ്റ്റർ പറയുന്നത് ആ സമയം ചർച്ചിൽ വന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് പൂർണ്ണമായും സൗഖ്യമാക്കി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. എത്ര വർഷം മുമ്പ് സിസ്റ്റർ? 2013 കാലത്ത് നടന്ന കാര്യം. ഒരു ചുണയായിട്ടൊരു കൈയൊടി കൊടുത്ത്. അതിനോടൊപ്പം തന്നെ 10 കൊല്ലം മുമ്പ് നടന്ന കാര്യം. എന്നാലും അത്ഭുതം 10 കൊല്ലം ആയാലും കേട്ടോ. ഒന്ന് ചുണയായിട്ട് കൈയടിച്ച് ഒരു ആമേൻ പറഞ്ഞേ. അതിനോടൊപ്പം തന്നെ ഡെലിവറി കഴിഞ്ഞതിനെ തുടർന്ന് സ്റ്റിച്ച് ഉണങ്ങുന്നിട്ടില്ലായിരുന്നു. ഒത്തിരി മെഡിസിൻസ് എടുത്തു, ഒരു പ്രയോജനം ഉണ്ടായിരുന്നില്ല. എന്നാൽ സിസ്റ്റർ പറയുന്നത് അതും ബ്രദറിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു, കർത്താവ് പൂർണ്ണമായി സൗഖ്യമാക്കി എന്നാണ്. അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് ഡോക്ടേഴ്സിന് അസാധ്യമെന്ന് പറഞ്ഞത് എന്റെ കർത്താവിന് സാധ്യമാക്കിയ ഒരു അത്ഭുത സാക്ഷ്യവുമായിട്ടാണ് ഈ മകൻ നമ്മുടെ മുൻപിലായിരിക്കുന്നത്. മകന്റെ പേര് അമൽ. 2 വയസ്സായിട്ടും ഈ മകൻ നടക്കത്തില്ലായിരുന്നു. വിരൽ ഊന്നിയിട്ടായിരുന്നു ഈ മകൻ നടന്നുകൊണ്ടിരുന്നത്. അതിന് കാരണം ഇവർ വെല്ലൂർ ഹോസ്പിറ്റലിൽ കാണിച്ചു. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മെഡിസിൻ എടുക്കണം. അത് കൂടാതെ തന്നെ മെഡിസിനോടൊപ്പം തന്നെ മെഷീൻ്റെ ഒരു ട്രീറ്റ്മെൻ്റ് ഉണ്ട്, അതും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞു. എന്നിട്ടും യാതൊരു മാറ്റവും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, ബ്രദറിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു. 3 ആഴ്ച ആയപ്പോൾ തന്നെ മകൻ നോർമലായി നടക്കാൻ തുടങ്ങി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഇത് ഇപ്പൊ എത്ര വയസ്സുണ്ട്? 2 വയസ്സുള്ളപ്പോൾ നടന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് 7 കൊല്ലം. ചേച്ചി ഇത് 10 കൊല്ലത്തിന് മുമ്പിൽ സാക്ഷി, ഇത് 7 കൊല്ലത്തിന് മുമ്പ് സാക്ഷ്യമാണ്. എന്തായാലും ഇപ്പോഴായാലും ആ സാക്ഷ്യമായിട്ട് വന്നതും എൻ്റെ സന്തോഷമുള്ള കാര്യമാണ്. എഴുന്നേറ്റ് വന്നിട്ട് നല്ല കൈയടി കൊടുക്കാം. ചേച്ചി എന്നു പറഞ്ഞു ഇവന് 2 വയസ്സുള്ള സമയത്ത് നടക്കത്തില്ലായിരുന്നു. ഇല്ല, പിന്നെ വിരലുകൾ ഊന്നിയാ നടന്നത്. കാലിൽ ഉപ്പൂറ്റി മുട്ടത്തില്ല. അപ്പോ ഞാൻ ഇവിടെ കൊണ്ടുപോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യണമെന്ന്. അപ്പോൾ എനിക്ക് താല്പര്യമില്ല, ഞാൻ ഓപ്പറേഷൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ചേച്ചി ഇവിടെ വരുന്നതാണ്. അപ്പോൾ അവൾ പറഞ്ഞു ബ്രദറിനെ കൊണ്ട് പ്രാർത്ഥിച്ചാൽ സൗഖ്യം കിട്ടും. ഞാൻ വിശ്വസിച്ചു. എന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ നിർബന്ധത്തിൽ ഞാൻ കൊണ്ടുപോയി, വെല്ലൂർ കൊണ്ടുപോയി. അപ്പോൾ ഇവനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ കുട്ടി ഭയങ്കര വെളിയാണ്. അവർ കാലൊക്കെ പിടിച്ച് നീട്ടിയിട്ട് നല്ല കൊച്ചിന് വേദനിപ്പിച്ചു. പക്ഷെ ഞാൻ അപ്പം പറഞ്ഞു, അവൻ്റെ പപ്പയോട് പറഞ്ഞു മോനെ ഒന്നും ചെയ്യണ്ട, ഞാൻ ബ്രദറിൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നും നടക്കില്ല എന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചെങ്കിലും അവർ 100 ഓരോ ദിവസവും ഓരോന്ന് വെച്ച് പറഞ്ഞു. ഞാൻ കയ്യിൽ വാങ്ങിച്ചിട്ട് ഒന്ന് അവിടെ വെച്ച് ഡോക്ടർ കാണാൻ കൊടുക്കണമെന്ന് പറഞ്ഞു. കൊടുത്തായി കുട്ടിയെ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരണം, ശരീരം അയണുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഞാൻ ഒന്ന് കൊടുത്തു, എനിക്ക് സമ്മതമല്ല, ഞാൻ പേടിച്ച് കൊടുത്തു. കുട്ടി ആ സമയത്ത് ഉറക്കത്തിലായി. പിന്നെ അവൻ എണീറ്റ് സംസാരിക്കുമ്പോൾ എന്തോ വ്യത്യാസമുള്ളതുപോലെ എനിക്ക് തോന്നി. അയ്യോ മോയ് നേരത്തെ അവൻ എന്ത് കാര്യം കണ്ടാലും ഒരിക്കൽ കണ്ടപ്പോൾ അവൻ സംസാരിക്കുന്നതൊക്കെ നല്ല ഇതാണ്, നല്ല സംസാരിക്കും. അപ്പോൾ ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു ഈ 100 ഗുളിക കൊടുത്തിട്ട് 2 മാസം കഴിഞ്ഞ് വീണ്ടും വരണമെന്ന് പറഞ്ഞു. ഗുളിക കയ്യിൽ വെച്ചു. ശരി കൊടുത്തോളാന്ന് പറഞ്ഞ് ഇവന് ഒരു മെഷീനൊക്കെ കൊടുത്തു കാലിൽ ഫിറ്റ് ചെയ്യാൻ. ഞാൻ ഈ കുട്ടിയുടെ വേദന കാണുമ്പോൾ ഞാൻ അത് ഊരിക്കളയും. മോൻ്റെ പപ്പ മാത്രം അരമണിക്കൂർ ഉപയോഗിക്കുമ്പോൾ ഞാൻ അത് കൂടെ കരയാണ്. കൊച്ചു കരയുമ്പോൾ എനിക്ക് സങ്കടം. ഒരു വീട്ടുപണികളൊന്നും ചെയ്യാൻ എനിക്ക് തോന്നൂല. അങ്ങനെ മോൻ്റെ പപ്പയുടെ നിർബന്ധത്തിൽ അരമണിക്കൂർ ഈ മെഷീൻ വയ്ക്കും, നടത്തിപ്പിക്കും. പക്ഷെ ഞാൻ ഈ ഗുളിക കൊടുത്തതേ ഇല്ല, മറച്ചു വെച്ചു. കൊടുക്കണുണ്ടോ എന്ന് ചോദിച്ചു, ഞാൻ കൊടുക്കണുണ്ടെന്ന് പറഞ്ഞു. ലാസ്റ്റിൽ ഈ കുട്ടിക്ക് സുഖമായപ്പോൾ ഈ മെഡിസിൻ അവൻ്റെ പപ്പയെ കാണിച്ചു. അപ്പോൾ ദൈവം എത്ര വലിയവനാണ്, ഞാൻ അന്നേ പറഞ്ഞില്ലേ. യേശുവെ നിന്ന് ഉറക്കെ വിളിച്ചേ. ഇത് 7 കൊല്ലം മുമ്പ് നടന്ന കാര്യമോ, ഇത് 10 കൊല്ലം മുമ്പ് നടന്ന കാര്യമോ, പക്ഷെ ഇപ്പോഴായാലും ആ സാക്ഷ്യത്തിന്റെ വിലയുണ്ട്. ഒന്ന് ചേർന്ന് കൈയടിച്ചു ഒരു ആമേൻ പറഞ്ഞേ. യേശു ചെയ്തതിന് നന്ദി പറഞ്ഞേ. നന്ദി കർത്താവേ, മോനൊരു നല്ല ശുശ്രൂഷകനാക്കി മാറ്റിയാട്ടെ, അവിടുത്തെ അസാധാരണമായ കൃപയിൽ ഉപയോഗിച്ചാട്ടെ. അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് ഈ മകന് കഴിഞ്ഞ 2021 അൾസറിന്റെ പ്രയാസം ഉണ്ടായിരുന്നു. കിഡ്നിയിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു പ്രയാസം ഉണ്ടായിരുന്നു. ഡോക്ടേഴ്സ് ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ബ്രദറിന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു, മകന് പൂർണ്ണ സൗഖ്യമായി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. 2021 ഒരു സൗഖ്യം കിട്ടി എന്ന് പറഞ്ഞാൽ കിഡ്നിയിൽ വെള്ളം കെട്ടിക്കിടക്കുമായിരുന്നു. എങ്ങനെയാണ് കാര്യം വരുന്നത്? ഇവന് വയറുവേദന എപ്പോഴും, യൂറിൻ പാസ് ചെയ്യാൻ എപ്പോഴും അവന് തോന്നും. അപ്പോൾ പഠിപ്പിക്കാൻ ഇരുത്തുമ്പോൾ വെറുതെ അവനെ പഠിക്കാൻ മടിച്ചിട്ടാണെന്നുള്ള ഇതിൽ ഞാൻ വഴക്ക് പറയും. നിനക്ക് പഠിക്കാൻ സമയമ്പോൾ എപ്പോഴും ടോയ്ലറ്റിൽ പോകണമെന്ന് എന്നോട് പറയും. അപ്പോൾ എന്നിട്ട് ഞാൻ വിചാരിച്ചു അയ്യോ ഈ കൊച്ച് എന്താണ് എപ്പോഴും ഇങ്ങനെ പഠിക്കാനുള്ള മടി കൊണ്ടാണെന്ന്. അമ്മ എനിക്ക് അങ്ങനെയല്ല, എനിക്ക് പഠിക്കാൻ ഇഷ്ടമാണ്, ക്ലാസ് ഫസ്റ്റ് ആവണം, ഇങ്ങനെയൊക്കെ പറയും.
പക്ഷേ യമൻ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഞാൻ ഇനി ഡോക്ടറെ കാണിക്കാം. നെയ്യാർ കാണിച്ചു. ഞങ്ങൾ ഈ ഗൂഡല്ലൂരാണ് 2 വർഷം താമസം. ഞാൻ അവിടെ നിന്ന് വന്ന് മോനെ ഡോക്ടറെ കാണിക്കാൻ വന്നു. കാണിച്ചു. അപ്പോൾ പറയുന്നുണ്ട്, സ്കാൻ ചെയ്തപ്പോൾ ഇത് കിഡ്നിയിൽ വെള്ളം കെട്ടിക്കിടപ്പുണ്ട്, അത് ഒന്നിലും ഓപ്പറേഷൻ ചെയ്യണം, അല്ലെങ്കിൽ മാറൂല, 3 മാസം. അപ്പം ഞാൻ ഡോക്ടറോട് പറഞ്ഞു, സാർ എനിക്ക് വിശ്വാസമുണ്ട്, അവന് പ്രാർത്ഥനയിലൂടെ ഇത് മാറും, എനിക്ക് നല്ല വിശ്വാസം. ഞാൻ പോണ പള്ളിയിൽ പോയി ഞാൻ ബ്രദറിനെ വിട്ട് എന്നാ നന്നെന്ന് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് ബ്രദറിന് ഞാൻ മെസ്സേജ് വിട്ടായിരുന്നു പ്രാർത്ഥിച്ചത്. ഗൂഡല്ലൂരാണ്, നേരിട്ട് വന്നില്ല. മെസ്സേജ് ഇട്ട് ഞാൻ സ്ഥിരം പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാനിവിടെ നാട്ടിൽ വന്നപ്പോൾ വീണ്ടും ചെക്കപ്പ് ചെയ്യാൻ പോയപ്പോൾ പറയുന്നുണ്ട് കൊണ്ടുപോയ അങ്ങനെ ഒരു വെള്ളവും കെട്ടിയിട്ടില്ല, എന്ത് ചെയ്തു എന്ന്. യേശു ചെയ്ത ഉപകാരങ്ങൾക്ക് നന്ദി പറഞ്ഞേ. ആമേൻ. അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത് അടുത്തതുകൊണ്ട് ഒരു ഘടസം കാര്യമായിട്ട് ജസ്റ്റ് ഒന്ന് വന്നിട്ടുള്ളത്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ആശീർവാദം പറഞ്ഞ് പോവാം. അമ്മയ്ക്കും മകനും കടുത്ത പനിയായിരുന്നു. ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ഒമിക്രോൺ ആണെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അത് നമ്മുടെ പ്രോഗ്രാമിൽ വീഡിയോ കോൾ ചെയ്ത് പ്രാർത്ഥിച്ചു, ബ്രദർ പ്രാർത്ഥിച്ചു. ആ സമയം തന്നെ പനി മാറാൻ തുടങ്ങിയെന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അതിനോടൊപ്പം തന്നെ മകന് കഴിഞ്ഞ ആഴ്ച ശ്വാസം മുട്ടലുണ്ടായി. ഉടനെ തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഓക്സിജന്റെ അളവ് കുറഞ്ഞു പോയിരുന്നു. വേഗത്തിൽ തന്നെ നെബുലൈസേഷൻ എടുത്തു, ഓക്സിജനും കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ മാറ്റം ഒന്നും ഉണ്ടായില്ല. അതേ തുടർന്ന് സിസ്റ്റർ വിശ്വാസത്തോടു കൂടി നമ്മുടെ ചർച്ചിലേക്ക് വിളിച്ചു, ലീഡർ പ്രാർത്ഥിച്ചു. ആ സമയം തന്നെ സൗഖ്യമായി എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു കൂട്ടം സൗഖ്യം നൽകിയ ദൈവത്തിൻ്റെ കർത്താവ് മോനാണ് നിൽക്കുന്നത്. ഒരു നല്ല കൈയടി കൊടുത്ത ഇവൻ നല്ലൊരു ശുശ്രൂഷകനാകട്ടെ, കർത്താവിൻ്റെ വേലയിൽ എഴുന്നേറ്റ് വരട്ടെ എന്ന് പറഞ്ഞ അമ്മയുടെ ഉദരം മുതൽ എന്തൊക്കെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. താങ്ക് യു. സന്തോഷമായിട്ട് പോയത്.